ഇപ്പോഴുള്ള CUET ആപ്ലിക്കേഷനിൽ രണ്ട് സംഭവങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ജനറൽ ടെസ്റ്റ് ആൻഡ് ഡൊമെയിൻ സബ്ജക്ട്സ്. ഡൊമെയിൻ സബ്ജക്ട്സ് എന്താണ്? നമ്മൾ +2 പഠിച്ച സബ്ജക്ട്സ് തന്നെ ആയിരിക്കും ഡൊമെയിൻ സബ്ജക്ട്സ്. അതായത് നിങ്ങൾ BSc സയൻസായ BSc കെമിസ്ട്രി, BSc മാത്തമാറ്റിക്സിലേക്കൊക്കെ പോകാൻ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഗൈഡ് ലൈൻസ് ഉണ്ടാവും, ഓരോ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ എഴുതേണ്ട സബ്ജക്ട്സ് ആയിട്ടാണ് ഈ ഡൊമെയിൻ സബ്ജക്ട്സ് വരിക, എന്തായാലും എഴുതിയിരിക്കേണ്ട സബ്ജക്ട്സ്. പിന്നെ ഒരു സംഭവമുണ്ട് ജനറൽ ടെസ്റ്റ്. അത് എല്ലാവരും എഴുതണോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുതണ്ട. ചില കോഴ്സുകൾ പോകുന്നവർ മാത്രം എഴുതിയാൽ മതി. ഇനി ചില കോഴ്സുകൾ പോകുന്നവർക്ക് എഴുതണം ഉണ്ട്, ചില കോഴ്സുകൾ പോകുന്നവർ എഴുതണ്ടെന്നുണ്ട്. അതായത് യെസ് ആൻഡ് നോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതണം. ഞാൻ ഇന്ന കോഴ്സിന് പോകുന്ന ആളാണ്, ഞാൻ BA എക്കണോമിക്സിന് പോകാൻ പോകുന്ന ആളാണ്, ഞാൻ BA കോഴ്സ് BSc മാത്തമാറ്റിക്സിന് പോകാൻ പോകുന്ന ആളാണ്, എനിക്ക് ജനറൽ ടെസ്റ്റ് എഴുതണം. ജനറൽ ടെസ്റ്റ് എഴുതിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ ജനറൽ ടെസ്റ്റ് ബേസിക്കലി ജനറൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കോളേജസ് എലിജിബിൾ ആവും. അതായത് ചില കോഴ്സുകൾക്ക് ജനറൽ ടെസ്റ്റ് എഴുതണമല്ലോ. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്കെന്തായാലും CUETയുടെ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിലോട്ട് പോകാം. എൻ്റെ പേര് ആരിഫ് പുള്ളാട്ട്. വെൽക്കം ടു അനദർ സെഷൻ. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് പോവാണ്. ഈ ഒരു ടൈം കൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ലോഡ് ചെയ്യുകയാണ്. നോക്കിയാലാണ് റൈറ്റ് സൈഡിൽ നോക്കിയാൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ വരിക. രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. ട്യൂട്ടോറിയൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചാനൽ അപ്ലോഡഡ് ആണ്, 30 മിനിറ്റ് ഉണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരുവിധം എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ. ഇനി നമ്മളിവിടെ യൂണിവേഴ്സിറ്റി സെക്ഷനില്ലേ, ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ എലിജിബിലിറ്റിയാണ്. പഴയ പോലെ തന്നെ ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റി ഒറ്റ എക്സാമിലേക്ക് മാറ്റിയെന്നെങ്കിലും ഓരോന്നിനും ഓരോ എലിജിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഇതിൽ കുറേ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബാരാസാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി, ഗുജറാത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് ജമ്മു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തു. ഒരു 3, 6, 8 യൂണിവേഴ്സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്തു. അത്യാവശ്യം നല്ല പേരുള്ള, നമുക്ക് ഒരുവിധം കുറേ മലയാളീസ് സെലക്ട് ചെയ്യുന്ന 8 യൂണിവേഴ്സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ഓരോന്നായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതാ ജാമിയ മില്ലയുടെ പേജാണ് ഇത് ഓപ്പൺ ആയത്. ഇനി ഇതാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ പേജാണ്. എഫ്ലുവൻ്റ് ആണ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി. ലാംഗ്വേജസ് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ, നമ്പർ 1 ആണ് ഈ സംഭവം. ഇനി നമുക്ക് ഇതെടുത്ത് നോക്കിയാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ എലിജിബിലിറ്റിയും കാര്യങ്ങളാണ്. ഇതൊരു പട്ടിക്കാട്ടിലാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്തതിന് സൂൺ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതൊരു ഓപ്ഷനാണ്. തീരെ കിട്ടൂല എന്ന് ഉറപ്പുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. ഇവിടെ അങ്ങനെ ആരും വല്ലാതെ അങ്ങോട്ട് പോകില്ല. പക്ഷേ ഒരു പ്രോപ്പർ സെൻട്രൽ യൂണിവേഴ്സിറ്റി സംഭവം എക്സ്പോഷർ ഇവിടെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡൽഹി എക്സ്പോഷർ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഇത് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, വാരാണസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, എഫ്ലു നമ്മൾ പറഞ്ഞു, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പറഞ്ഞു, ജാമിയ മില്ലിയ. അപ്പോൾ ഇതിൻ്റെ ഓരോ കോഴ്സുകളുടെയും സംഭവങ്ങളാണ് നമ്മളിവിടെ ഓരോ കോഴ്സുകൾക്ക്. ഇപ്പോൾ BA എടുക്കാൻ വന്നവർക്ക്. അപ്പം ഞാനൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് ഞാൻ കുറേ അനലൈസ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഇരുന്ന് എല്ലാ സാധനവും നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കിയ ഓരോ സംഭവങ്ങളും ഒരു എക്സൽ ഷീറ്റിലാക്കി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകാൻ വേണ്ടി ഇത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. CUETയുടെ ഭാഗമായിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പറ്റുന്ന ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. സോ ഈ എക്സൽ ഷീറ്റിൽ നമ്മൾ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒന്ന് ജനറൽ ടെസ്റ്റിൻ്റെ റിക്വയർമെൻ്റ് ആണ്. നമ്മളിവിടെ ജനറൽ ടെസ്റ്റ് എഴുതണോ, യെസ് ആൻഡ് നോ ആണ് നമ്മുടെ ആൻസേഴ്സ് വരിക. ഇവിടെ ഈ ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരുകളാണ്. നമ്മൾ ഈ സെലക്ട് ചെയ്ത ഒരു 8 യൂണിവേഴ്സിറ്റി, 3, 6, 8 യൂണിവേഴ്സിറ്റി. ഇത് BA ഓണേഴ്സ് എന്ന് ഞാൻ ഇവിടെ എഴുതിയത് BA കോഴ്സുകളായ പല കോഴ്സുകൾ ഇതിലുണ്ട്. പേർഷ്യൻ ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം ഇതിൽ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയതാണ്. BSc ഓണേഴ്സ്, BSc മാത്തമാറ്റിക്സ്, പിന്നെ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ഇതിൽ വരും. പിന്നെ BCom ഓണേഴ്സ് ഒറ്റ കോഴ്സല്ലേ ഉള്ളൂ, അതൊക്കെ ഇതിലും വരും. BCom പ്രോഗ്രാം ഉണ്ട് ഇവിടെ, പ്രോഗ്രാം ഇതിലും വരും. ബിടെക് അത്യാവശ്യം ഇവിടെ ഉള്ളതിൽ വെച്ചുള്ള ബിടെക്കിൻ്റെ എലിജിബിലിറ്റിയാണ് നോക്കുന്നത്. ബിവോക്ക് ഒരു പുതിയ സംഭവമാണ്. ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ബിവോക്കിനൊക്കെ നിങ്ങൾ വെറുതെ അപ്ലൈ ചെയ്തിട്ടേക്ക്. കാരണം എവിടെയും കിട്ടിയില്ലെങ്കിൽ ബിവോക്കിൽ അത്യാവശ്യം സീറ്റ്സ് കാലിയായി കിടക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈബ് കിട്ടണം എന്ന് നിർബന്ധമുള്ളവർക്ക് ബിവോക്ക് ഒരു നല്ല ഓപ്ഷനാണ്. വൊക്കേഷണലുമാണ്, നല്ലൊരു സംഭവമാണ്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ ഒരു സംഭവം ഇതിവിടെ റിമാർക്ക്, അത് നമ്മൾ എഴുതിയിട്ടില്ല, ഇനി നമ്മൾ എഴുതും. നിങ്ങളും ഞാനും ഒരുമിച്ച് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഈ JMI എന്നുള്ളത് ജാമിയ മില്ലിയ ഇസ്ലാമിയാണ്. ഇവിടെ BA ഓണേഴ്സിനും BSc ഓണേഴ്സിനും മാത്രം ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. കാരണം എന്താ, ഇനി നമ്മൾ അവരുടെ വെബ്സൈറ്റിലേക്ക് പോവാം.
ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഇത് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ BA കോഴ്സ് BA ഓണേഴ്സ് ഹിന്ദി എന്ന് കാണുന്നത്, അതിന് ഹിന്ദി മാത്രം മതി. അത് യെസ് ആൻഡ് നോ ആണ് ഞാനിവിടെ എക്സൽ ഷീറ്റ് എഴുതിയിട്ടുള്ളത്. കാരണം എന്തോക്ക് യെസ് ആൻഡ് നോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ BA സംസ്കൃത് പോയി കഴിഞ്ഞാൽ ജനറൽ ടെസ്റ്റ് വേണം. BA ഓണേഴ്സ് ഫ്രഞ്ച്, അതായത് ഒരു സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ലാംഗ്വേജസിൽ നമുക്ക് ജനറൽ ടെസ്റ്റ് നിർബന്ധമാണ്. അതുപോലെ BA ഹിസ്റ്ററിക്ക് ഹിസ്റ്ററി മാത്രം മതി. ബയോടെക് ഇനി സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനറൽ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പഠിച്ച സബ്ജക്ട്സ് BVOക്കിലേക്ക് വന്നു കഴിഞ്ഞാലും BVOC സോളാർ എനർജി അത് ശ്രദ്ധിക്കണം. ഇവിടെ ഫിസിക്സ്. ഇനി BSc നോക്കിയാൽ ഫിസിക്സ്. പക്ഷേ BA ലാംഗ്വേജ് ടുർക്കിഷിനും ലിറ്ററേച്ചറിനും നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റാണ് വേണ്ടത്. ടുർക്കിഷ് പഠിക്കാൻ വേണ്ടി പോകുന്നവർക്ക് ജനറൽ ടെസ്റ്റാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ യെസ് ആൻഡ് നോ എന്ന് എഴുതിയിട്ടുള്ളത് ജാമിയ. ഇനി BSc ഓണേഴ്സ് നമ്മൾ എഴുതി നോ ആണ് ജാമിയ മില്ലിയ. അപ്പോൾ നമ്മളിവിടെ BA ഓണേഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ ഇവിടെ റിമാർക്കിൽ നമ്മൾ യെസ് എഴുതും. ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ എടുക്കാൻ താല്പര്യം BTech ആണെങ്കിലും BCom ആണെങ്കിലും ഇവിടെ നമുക്ക് നോ ആണ്. അത് നിങ്ങളുടെ മനസ്സിലങ്ങ് എഴുതുക, ഞാൻ എഴുതിയിട്ട് ഇവിടെ കാര്യമില്ല. ഇനി നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ബേസിക്കലി നമ്മൾ നോക്കുക. BA ഓണേഴ്സ് ജേർണലിസം. ഇവിടെ ഇംഗ്ലീഷ് എനി 3 ഫ്രം സെക്ഷൻ 2 ഓർ സെക്ഷൻ 3 എഴുതുക. അപ്പോൾ ഇവിടെ ഒരു യെസ് ആൻഡ് നോ ഓപ്ഷനാണ്. BSc ആൻഡ് നോ, യെസ് ആൻഡ് നോ ഓപ്ഷനാണ്. ഇവിടെ സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ ജനറൽ ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും ഒരു യെസ് ആൻഡ് നോ ഓപ്ഷൻ. ഇത് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഹിന്ദി എന്തായാലും എഴുതിക്കണം. അതായത് BSc ഓണേഴ്സ് ഹിന്ദി എടുക്കാൻ താല്പര്യം. എനി 3 ഫ്രം സെക്ഷൻ 2. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഡൊമെയിനിൽ എനി 3 എഴുതുക, അതല്ലെങ്കിൽ എനി 2 പ്ലസ് സെക്ഷൻ 3 എഴുതേണ്ടി വരും. അതാണ് ഇവിടുത്തെ എലിജിബിലിറ്റി BA ഓണേഴ്സിന്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. കണ്ട ഈ ഒരു ബ്ലൂ ലിങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷാണ്, വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും. ഇനി നമ്മൾ BA ഓണേഴ്സ് കഴിഞ്ഞു. സെക്ഷൻ 3 ഇവിടെ ഉണ്ടോ? BA ഓണേഴ്സ് ബാച്ചിലർ ഓഫ് ബിസിനസ് BBA ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ്. BBAക്ക് വേണ്ടത് BBA FIA വേണ്ടത് സെക്ഷൻ 3 മസ്റ്റാണ്. ജനറൽ എക്സാം എഴുതിയിരിക്കണം, മസ്റ്റാണ് ഇവിടെ. അപ്പോൾ അതും ഒരു സംഭവം. ഇനി BVOC നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ജനറൽ ടെസ്റ്റ് എഴുതണോ വേണ്ടയോ എന്നുള്ള. അതുകൊണ്ടാണ് ഇവിടെ BVOCൽ ഞാനിവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ യെസ് ആൻഡ് നോ ഇട്ടിരിക്കുന്നത്. ഇനി BTech ഇവിടെ BTech വരുന്നുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ BTech വരും താഴോട്ട്. അതാ BTech വന്നു, ഒരു സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ഇന്നോവേഷൻ, അതിൽ സെക്ഷൻ 3 മസ്റ്റാണ്. അതുകൊണ്ട് നമ്മളിവിടെ BTechൽ യെസ് ഇട്ടും. ഇനി BCom, ഇനി എൻ്റെ സബ്ജക്റ്റായ ഞാൻ SRCCയിലാണ്. അപ്പോൾ നമ്മുടെ SRCCയിൽ BCom ഓണേഴ്സിനും BComനൊക്കെ കയറാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് കോളേജ് SRCC ആണ്. സോ ഇവിടെയൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ജനറൽ ടെസ്റ്റിൽ മാർക്ക് അത്യാവശ്യം, എല്ലാത്തിലും മാർക്ക് അത്യാവശ്യം വേണ്ടി വരും, അല്ലാതെ ഇവിടെ കിട്ടില്ല. കാരണം നല്ല കോമ്പറ്റീഷനാണ്. CBSEക്കാരൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ SRCC, ഹിന്ദു കോളേജ്, അതുപോലത്തെ ഇവിടെ കോളേജ് തലയിൽ കുത്തി നടക്കുകയാണ് ആർട്സിന് പോകാൻ താല്പര്യമുള്ളതൊക്കെ. ഇന്നും BCom ഓണേഴ്സ് സബ്ജക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എനി 1 ഫ്രം സെക്ഷൻ 1 മാത്തമാറ്റിക്സ് ഓർ അക്കൗണ്ടൻസി, എനി 2 ഫ്രം സെക്ഷൻ 2. അതായത് BCom ഓണേഴ്സ് പഠിക്കേണ്ടവന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജനറൽ ടെസ്റ്റ് എഴുതണ്ട. ഓക്കെ, അത് നമ്മളിവിടെ BCom ഓണേഴ്സ് നോ എന്നിട്ടെടുക്കുക ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ ഇനി BCom പ്രോഗ്രാം എടുക്കേണ്ടവന് നമ്മളെന്താണ് ഇവിടെ സെക്ഷൻ 3 മസ്റ്റല്ല, ബട്ട് അതൊരു ഓപ്ഷനാണ്. എനി 1 ഫ്രം സെക്ഷൻ 2, എനി 1 ഫ്രം സെക്ഷൻ 1, സെക്ഷൻ 2, അങ്ങനെ അതൊരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ യെസ് ആൻഡ് നോ എന്നിട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ യെസ് ആൻഡ് നോ എന്ത് ബേസിസിലാണ് ഇതെന്ന്. ഇനി നമുക്ക് കുറച്ച് സ്പീഡായിട്ട് പോവാം. ഇനി നമുക്ക് ഇഫ്ലോയിൽ എന്തൊക്കെ കോഴ്സുകളാണുള്ള? BA ഓണേഴ്സ് റിസർച്ച്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ടെസ്റ്റ് മസ്റ്റ്. ഓണേഴ്സ് ഇവിടെയും ജനറൽ ടെസ്റ്റ് മസ്റ്റ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫ്ലൂവിൽ കയറാൻ താല്പര്യമുള്ള ആൾക്ക് BA ഓണേഴ്സിന് ജനറൽ ടെസ്റ്റ് മസ്റ്റാണ്. ഇനി AMU നോക്കി കഴിഞ്ഞാൽ ഇനി ഫാസ്റ്റാക്കാം, നമുക്ക് ടൈം കുറേ കളയണ്ടല്ലോ. നിങ്ങളുടെ ടൈം പഠിക്കാനുള്ളത് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. BVOC പ്രൊഡക്ഷൻ ടെക്നോളജിക്ക് ജനറൽ ടെസ്റ്റ് വേണ്ട. BVOC ഇത് ഓരോ കോഴ്സിനനുസരിച്ചിരിക്കും. ഇനി ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ BVOC AMUവിൽ ഈ ജനറൽ ടെസ്റ്റ് വേണം, മസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ യെസ് ആൻഡ് നോ BVOCൽ നമ്മൾ യെസ് ആൻഡ് നോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ BSc ഹോം സയൻസസ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ സബ്ജക്ട്സിനാണ്. അപ്പോൾ ഇവിടെ ഇത് വേണ്ട, അതുകൊണ്ട് നമ്മളിവിടെ BSc നോക്കി. അപ്പോൾ BHU ആണ് ഇനി അടുത്ത ഒരു വലിയ യൂണിവേഴ്സിറ്റി. BHU അടിപൊളി സാധനം. നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു സംഭവത്തിനാണ്. BA നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവമുണ്ട്, ഞാൻ നോക്കി എഴുതി വെച്ചത് ടൈം കുറേ കളയേണ്ട. ഇതിന് യെസ് ആണ്. BA ഓണേഴ്സിന് യെസ് ആണ്, എന്തായാലും എഴുതിയിരിക്കണം, മസ്റ്റാണ്. LLBക്കും എഴുതിയിരിക്കണം. ഇനി BCom ഓണേഴ്സ് ഇതിന് ഈ സെക്ഷൻ 3 മസ്റ്റാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴെ നോക്ക്, കാൻഡിഡേറ്റ്സ് who will not appear in section 2 accountancy business and section 3 general test will not be considered for admission BSU.
അതായത് ജനറൽ സെക്ഷൻ 3 എഴുതണ്ടെന്നല്ല, അത് എഴുതിയില്ലെങ്കിൽ അഡ്മിഷന് കൺസിഡർ ചെയ്യും കൂടില്ല എന്ന് ബികോം ഓണേഴ്സിന് പറയുന്നത്. അപ്പോൾ BHUവിൽ കയറേണ്ട ഒരാൾക്ക്, BHU നിങ്ങളെ അഡ്മിഷൻ ലിസ്റ്റ് കൊടുക്കുന്ന ഒരാൾക്ക്, BHU അഡ്മിഷൻ സെക്ഷനിൽ കൊടുക്കേണ്ട ഒരാൾക്ക് ബികോം ഓണേഴ്സിന് എന്തായാലും എഴുതിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ബാക്കി ഞാനിങ്ങനെ പറയണ്ടല്ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓരോ കോഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കാം. BA ഓണേഴ്സ് എടുക്കേണ്ട ഒരാൾക്ക് SNO, SNE, 2 SNOയും ബാക്കി 4 യെസ്സും ആണുള്ളത്. അപ്പോൾ BA ഓണേഴ്സ് എടുക്കേണ്ടവൻ മസ്റ്റായിട്ടും ഇത് എഴുതിയിരിക്കണം. ഇനി BSc ഓണേഴ്സ്, BSc മാത്തമാറ്റിക്സ് അതൊക്കെ എടുക്കേണ്ട ആൾക്ക് എഴുതേണ്ട ആവശ്യമേ ഇല്ല. അത് മാത്രം നോക്കുന്ന ഒരാൾക്ക് എഴുതേണ്ട ആവശ്യമേ ഇല്ല. ഇനി ബികോം ഓണേഴ്സ് എടുക്കേണ്ട ഒരാൾക്ക് BHU നല്ലൊരു സംഭവമാണ്. IGNTU കൺസിഡർ ചെയ്യേണ്ട, കാരണം ഒന്നിലും കിട്ടിയില്ലെങ്കിൽ IGNTU കൺസിഡർ ചെയ്താൽ മതി. ബികോം ഓണേഴ്സ് ഉള്ള ഒരാൾ, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, അതായത് എൻട്രൻസ് കിട്ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുന്നുണ്ട്, ഈ 2 ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ BHUയിലോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ എന്നിട്ടും വേണമെന്നുള്ളൊരു സംഭവം അത്ര പോരാത്ത, അത്ര ഇതൊന്നും അല്ല. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഇവിടെ ഒന്ന് പോയി നോക്കുക അഡ്മിഷൻ്റെ മുന്നേ. IGNTUവിൽ കുറച്ച് പൈസ പൊട്ടുമായിരിക്കും, എന്നാലും പോയി നോക്കിയിട്ട് എടുത്താൽ മതി. കാരണം 3 കൊല്ലം പഠിക്കാനുള്ളതാണ്, ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു യെസ് ആയിരിക്കണം. കാരണം BHU നല്ലൊരു ഓപ്ഷനാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി നല്ലൊരു ഓപ്ഷനാണ് ബികോം ഓണേഴ്സ്. ഇനി ബികോം പ്രോഗ്രാം എടുക്കേണ്ടവർക്ക് യെസ് ആൻഡ് നോ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ബികോം ഓണേഴ്സും ബികോം പ്രോഗ്രാമും കൂടി കൺസിഡർ ചെയ്ത് നമ്മളൊരു ആൻസർ ഇടുന്നത് യെസ് ആണ്. എസ് ആവുമ്പോൾ എന്തായാലും ചെയ്തിരിക്കണം. ഈ ബിടെക് ആണെങ്കിൽ മസ്റ്റായിട്ടും എഴുതിയിരിക്കണം ഈ സംഭവം. ഒരിക്കലും ഒരു ഇതില്ല, ഇവിടെ നോ എന്നാലും എഴുതിയിരിക്കണം. ബിവോക്കിൽ കുറേ എസ് ആയതുകൊണ്ട് എസ് ആയി എഴുതിയിരിക്കണം. കാരണം കാര്യം എന്താ വെച്ചാൽ ബിവോക്കിൽ കുറേ സീറ്റ്സ് കാലുണ്ടാവും. എത്ര സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ബിവോക്കിന് സീറ്റ്സ്. കാരണം ഹിന്ദിക്കാരുടെ ഇടയിൽ ബിവോക്ക് എന്ന് പറയുന്നത് ഒരു താന്ന കോഴ്സ് എന്ന രീതിയിലെ സംഭവം, ഹിന്ദിക്കാരിൽ നമ്മളെ ഇടയിലും. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന ഏത് പൊട്ട കോഴ്സാണെങ്കിൽ പോലും അതിൻ്റേതായ വാല്യൂ അതിനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് കോഴ്സിലല്ല കാര്യം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പോഷർ, ആ ഒരു പിയർ ഗ്രൂപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് നമ്മൾ 4-5 പേരിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്സും പിന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ, ഏതെങ്കിലും ഒരു പട്ടിക്കാട്, ഏതെങ്കിലും ഒരു കോളേജിൽ ഇരിക്കുന്ന ഒരു 4-5 പേരിൽ നിന്ന് സംസാരിക്കുന്ന ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം അത് അവിടെ തന്നെ കാണും. അതാണ് നമ്മൾ ഇവിടെ ഒരു പിയർ പ്രഷർ എന്ന് പറഞ്ഞ സംഭവമുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ. ബാക്കിയുള്ളവർ ഓരോന്ന് ചെയ്യുക. ഞാൻ എൻ്റെ കോളേജിലൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോന്നിൽ എക്സൽ ചെയ്ത് നിൽക്കുന്നവരാണ്. ചിലർ സ്റ്റാർട്ടപ്സിൽ പോയി വർക്ക് ചെയ്യുന്നു, ചിലർ പ്ലേസ്മെൻറ്റ്സിന് വേണ്ടി പഠിക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ തന്നെ പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ കിട്ടിയവരുണ്ട്, ഇൻറ്റേൺഷിപ്സ് ചെയ്ത് പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ. അപ്പോൾ ഇങ്ങനൊരു പിയർ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഗ്രോ ആവും. ഈവൻ ദോ നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും നമ്മൾ അവിടെ നിന്ന് പുറത്തേക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ടോപ്പ് 101% നിൽക്കുക തന്നെയാണ്. ഈ 1%-ലെ ടോപ്പ് 10%-ലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. സോ നിങ്ങൾ ജനറൽ ടെസ്റ്റ് ആലോചിച്ച് കണ്ടെടുക്കുക. ഇതാണ് ജനറൽ ടെസ്റ്റിൻ്റെ ഒരു നമ്മൾ ചെയ്തു തരുന്ന ഒരു സംഭവം. അപ്പോൾ CUET-മായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. പിന്നെ നമുക്ക് CUET ബേസ്ഡ് ആയ എൻട്രൻസ് ജനറൽ ടെസ്റ്റിൻ്റെ ബേസ്ഡ് ആയ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. സോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണാക്കി പിടിക്കുക. വേറെ കുറച്ച് സർപ്രൈസസും വരുന്നുണ്ട്. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ഒരു വീഡിയോ പുതിയ അപ്ഡേറ്റ്സ് തെളിയിക്കുക ആൻഡ് കമൻറ്റ് ബോക്സിലും വരുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ഒരു വീഡിയോ പുതിയ അപ്ഡേറ്റ്സ് തെളിയിക്കുക ആൻഡ് കമൻറ്റ് ബോക്സിലും വരുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെയുണ്ട് എന്ന്. So that's all. എൻ്റെ പേര് ആരിഫ് പുള്ളാട്ട്. Thank you for watching.